മണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികയിൽ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദന മണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികയിൽ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുന്ന സ്വർണ്ണമന്ദാരങ്ങൾ നമ്മളല്ലേ ചന്ദന മണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികയിൽ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദകമൗനങ്ങൾ നമ്മളല്ലേ ചന്ദന മണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികയിൽ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദന മണിവാതിൽ പാതിചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികയിൽ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ നമുക്ക് 3:30 മണിവരെയാണ് ബാച്ച് അലുമിനി. അതിനുശേഷം എല്ലാവരും ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. ഇനിയും പേര് തന്നിട്ടുള്ളത് സുരേഷ് MK. അദ്ദേഹം വേദിയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 79-82 ബാച്ചിലെ സുരേഷ് MK. അതിനു മുമ്പ് ബാച്ച് അലുമിനിക്ക് പോകേണ്ടത് കൊണ്ട് കയറി വന്നിരിക്കും.
മാത്യു നമുക്ക് ബാച്ച് അലുമിനിക്ക് വിടണം. അത് കഴിഞ്ഞിട്ട് സാർ അതോട് കയറി സാർ ബാച്ച് അലുമിനിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മുടെ ഈ മൈറ്റി മെഗാ ഷോയുടെ മെഗാ മീറ്റിന്റെ എല്ലാമായ കോർഡിനേറ്റർ കൂടിയായ മാത്യു ഒരു ഗാനം ആലപിക്കുകയാണ്. അദ്ദേഹം ബാച്ച് അലുമിനിക്ക് പോവുകയാണ്. പ്രത്യേക അറിയിപ്പുണ്ട്. പ്രിയപ്പെട്ട മാത്യു ഇവിടെ പാടുന്നത് അദ്ദേഹം CSS സെക്രട്ടറി ആയിരുന്ന കാലത്ത് പാടിയ പാട്ടാണ്. പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ ഈ പ്രോഗ്രാം മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് മൈറ്റി കോമേഴ്സ് എന്ന പേരിൽ ഒരു CD ആക്കി റിലീസ് ചെയ്യുന്നുണ്ട്. ആ CD ആവശ്യമുള്ളവർ അതിനൊരു ചെറിയ ചാർജ് ഉണ്ട്. അത് CD ആവശ്യമുള്ളവർ ഇതിന്റെ ജനറൽ കൺവീനർ അനിൽകുമാർ സാറിന്റെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ചാർജും കൂടി ഏൽപ്പിച്ചാൽ CD നിങ്ങൾക്ക് തപാലിൽ ലഭിക്കും. മൈറ്റി കോമേഴ്സിന്റെ ഭാഗമായിട്ടുള്ള സുവനീർ ഉണ്ട്. ആ സുവനീറിൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാംസ് മുഴുവൻ വരും. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരമുണ്ട്. അത് സുവനീർ ഫ്രീ ആണ്. പക്ഷെ സുവനീർ തപാലിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതിന്റെ തപാൽ ചാർജ് നമ്മുടെ ബാലചന്ദ്രൻ സാർ, ഇതിന്റെ വർക്കിംഗ് ചെയർമാൻ, അദ്ദേഹത്തെ കണ്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തേണ്ടതാണ്. ഈ മുഴുവൻ പ്രോഗ്രാമും CD ആയി നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന പ്രോഗ്രാം മുഴുവൻ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. ആളുകൾക്ക് കാണാവുന്നതാണ്. ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. മാത്യുവിന്റെ പാട്ട്. ിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ അന്ന് മൂളിപ്പാട്ടും പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്ത് ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്ത് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താര
താമര പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. കല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഒരു സ്പെഷ്യൽ കൈയടി കൂടി കൊടുക്കണം. നമ്മൾ ഈ കാണുന്ന പന്തൽ ഇതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചുമതലയെടുത്ത് നിർവഹിച്ച മാത്യു ചേട്ടനാണ്. ഒരു വലിയ കൈയടി കൊടുക്കണം. അടുത്തതായി പാട്ട് പാടുന്നതിന് വേണ്ടി 78-82 ബാച്ചിലെ 79-82 ബാച്ചിലെ ശ്രീ സുരേഷ് ക്ഷണിച്ചു. ഇപ്പൊ ഒന്നുകൂടെ വിളിച്ചേ. ഇപ്പൊ അവിടെ ശബ്ദം കേട്ടല്ലോ. ഒന്നുകൂടി. യെസ്. ഓക്കെ. ഇപ്പൊ കേട്ടത് കൂവല്ലല്ലോ അല്ലേ? ഞാൻ 77 തൊട്ട് 82 വരെ ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് ഇവിടെ കയറി നിന്ന് പാടണമെന്ന് വളരെ ആഗ്രഹിച്ചതാ. ഇത് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറാഞ്ഞത്. ഇത് ഈ വയസ്സാം കാലത്ത് തന്നെ നിങ്ങളാരും കൂവി ഇവിടുന്ന് ഇറക്കി വിടരുത്. എല്ലാവരും ഒരു കൈയടി തരിക. ഞാൻ എന്നെ കൊണ്ട് പരമാവധി നല്ല രീതിയിൽ പാടാൻ ശ്രമിക്കാം. സ്വർഗപുത്രേ നവരാത്രേ സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രേ നവരാത്രേ സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രേ നവരാത്രേ. കടൽ തീരകളിലക്കിയെടുത്തനിൻ പൂനില പുടവ തൊടുമ്പോ. കടൽ തീരകളിലക്കിയെടുത്തനിൻ പൂനില പുടവ തൊടുമ്പോ. മെയിൽ തൊടുമ്പോ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തൊന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രേ നവരാത്രേ സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രേ നവരാത്രേ. കൈകളിൽ മൃഗമത തളികയുമേന്തിനി ഏകയായ അരികിൽ വരുമ്പോ. കൈകളിൽ മൃഗമത തളികയുമേന്തിനി ഏകയായ അരികിൽ വരുമ്പോ. ദേവി വരുമ്പോ നിന്നെ കരവലയത്തിലൊതുക്കും
ധ്വനിവേശം സ്വർഗപുത്രേ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രേ നവരാത്രി. താങ്ക് യു. ആദ്യമായി സ്റ്റേജിൽ പാടിയെന്ന് പറഞ്ഞ ഒരു വലിയ കയ്യടി കൊടുത്തു. ഗംഭീരമായി പാടി. അടുത്തതായിട്ട് ബൈജു ഉണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചേട്ടൻ 8691 ബാച്ചാണ്. നമ്മുടെ അലൂമിനിയുടെ സജീവ അംഗമാണ്. നമ്മുടെ ST കോളേജിൽ മാത്രമല്ല തിരുവമ്പാടി സ്കൂളിലെ മുഴുവൻ പേരുടെയും ബൈജു അണ്ണനാണ്. ബൈജു അണ്ണൻ പാട്ടുപാടാൻ ക്ഷണിക്കുന്നു. ശ്രീ വിനോദ്, ശ്രീ ജാക്സൺ 2011-14 ബാച്ചിലെ ജാക്സൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരണം. 8691 ബാച്ചിലെ പങ്കജാക്ഷൻ, അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം. സ്റ്റേജിൽ വന്നിരിക്കാം. തോമസ്, ബൈജു പാടും. മൈറ്റി കോമേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലൊന്ന്, ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവരെ ഓർഗനൈസ് ചെയ്തതിന് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും 2-3 പേരുമായിട്ടൊക്കെ മാത്രം വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അനിൽകുമാർ സാറിന്റെ സഹായം തേടാം. അദ്ദേഹം അതിന് ആവശ്യമായ ഗൈഡ് ലൈൻസ് നൽകും. നമുക്ക് ഈ നമ്മുടെ എല്ലാ ബാച്ചുകളും വളരെ ശക്തിമത്തായി സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഈ മൈറ്റി കോമേഴ്സ് സംഘാടനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ദയവ് ചെയ്ത് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രം വന്നിട്ടുള്ള ഏതെങ്കിലും ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവര് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നടരാജൻ സാറുമായിട്ടോ അനിൽകുമാർ സാറുമായിട്ടോ ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് സ്വീകരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഇത്തരം ഒരു മഹാസംഗമം നടക്കുമ്പോൾ മുഴുവൻ ബാച്ചുകളും മുഴുവൻ പങ്കാളിത്തവും ഉറപ്പുവരുത്താവുന്ന രീതിയിലൊരു സംഘാടനം നമുക്ക് ഉണ്ടാവണം. ദയവ് ചെയ്ത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബാച്ചസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ഗൈഡ് ലൈൻസും നൽകാൻ നമ്മുടെ അധ്യാപകർ തയ്യാറാണ്. അവരെ ബന്ധപ്പെടണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. ഈ മുഴുവൻ പ്രോഗ്രാമിന്റെയും CD നമുക്ക് ലഭ്യമാണ്. അത് ആവശ്യമുള്ളവർ അനിൽകുമാർ സാറുമായി ബന്ധപ്പെട്ടു. പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജഗണത്തിൽ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ. വികാര
അങ്കണത്തിൽ പ്രിയമുള്ളവളെ പാലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ പാലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാം ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാം പറയും കഥകൾ കേൾക്കാം പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ പഠിച്ചപ്പോ പാടാൻ പറ്റിയില്ല എന്ന് ഒരു അവസരം വൺസ് മോർ പാടണം എന്നാണ് ബൈജുടാ. അല്ല ഇപ്പഴല്ല, അവസരം കൊടുക്കും, ഒരു പാട്ടുകൂടെ പാടി. ഒരു മിനിറ്റ് ബാലേന്ദ്ര സാർ, ബാലേന്ദ്ര സാറിന്റെ വകയായിട്ട് ബൈജോണൻ വീണ്ടും കടന്നു വരും. ഷിജാക്സൺ 2011-14 ബാച്ചിൽപ്പെട്ടതാണ്. അദ്ദേഹം ഒരു പാട്ട് പാടും. വിനോദ് എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ 2011-2014 ബാച്ചിൽ പഠിച്ചതായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ വെച്ച്. കാരണം ഇവിടെ വന്ന് ഇതിനു മുമ്പ് പഠിച്ചവരെ, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരെയും കാണാനും അവരോട് സംസാരിക്കാനും കിട്ടിയ ഈ അവസരം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങൾക്ക് തന്നെയും. ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പാടിയിട്ടുണ്ടെങ്കിലും അന്ന് ഇവിടെ പഠിച്ചവർ മാത്രമേ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടുന്ന് പഠിച്ചു പോയവർ മുഴുവനും അവരുടെ മുമ്പിൽ വെച്ചൊരു ഗാനം ആലോചിക്കാൻ എനിക്കൊരു അവസരം ഞാൻ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച ബാലേന്ദ്രൻ സാറും അങ്ങനെ എനിക്ക് അധികം പ്രിയപ്പെട്ട സാറുമാരെല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് പാടാൻ പറ്റിയ തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും ഇവിടെ ഒന്ന് വലിയ ക്ലാസിക്കൽ സോങ് ഒക്കെ പാടി. ഞാൻ പാട്ടൊന്നും പഠിക്കാൻ പോയിട്ടില്ല, എങ്കിലും എൻ്റെ എന്തെങ്കിലും തെറ്റുകൂട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.
ദേവാ കൂടെ വാ ഉയരവാ ദേവായ ദേവാ പൂപ്പുവായി പൂപ്പുവാ நான் கேட்டேன் என்னை நானே நானேதான் நெஞ்சம் சொன்னதே உன் தேவாய் தேவா கூட வா உயிரே வா தேவாய தேவா கூட வா உயிரே வா நான் வாழும் வீடுக்குள் வேறாரும் வந்தாலே தருமா மலை தேக்கத்தில் நீதா உன் தோள்களில் இடம் தராமா நான் சாயும் தோல் வேறாரும் சாய்தாலே தகுமா நேரம் செந்துல சேரும் கலைந்தது போலே கலைந்தவன் நானும் தேவாய தேவா கூட வா உயிரே வா தேவாய தேவா கூட வா உயிரே வா கேட்டேன் என்னை நானே நானேயா நெஞ்சம் சொன்னதே முன்பேவா தேவா கூட வா உயிரே வா முன்பேவாய தேவா கூட வா உயிரே வா Thank you. കൺഗ്രാജുലേഷൻസ് ജാക്സൺ. അടുത്തതായിട്ട് ശ്രീ വിനോദ് ഒരു ഗാനം ആലപിക്കും. വിനോദ് ചേട്ടന് ഒരു പ്രത്യേക കൈയ്യടി കൊടുക്കണം. നമ്മൾ കഴിച്ച ഐസ്ക്രീം അദ്ദേഹത്തിന്റെ വകയാണ്. അതുകൊണ്ട് പാട്ട് ബോറായാൽ സഹിക്കണം എന്നില്ല. ഇനിയുള്ള കൈയ്യടി പാട്ടിന് മാത്രം, ഐസ്ക്രീമിനല്ല. കോമേഴ്സിന്റെ ഐസ്ക്രീം വിനോദിന് സ്വാഗതം. നല്ല സമയത്ത് പാട്ട് പാടാൻ ഒത്തിയില്ല കോളേജിൽ. ഇപ്പോൾ പാട്ട് പാടാൻ നോക്കുന്നുണ്ട്. കൂവരുത്. मैं शायद तो नहीं, मैं शायद तो नहीं, मगर हंसी जब से देखा मैंने तुझको शायरी आ गई. मैं आशिक तो नहीं, मगर ऐसी जब से देखा मैंने तुझको मुझको शायरी आ गई. शायद तो नहीं. प्यार का नाम मैंने सुना था, मगर प्यार क्या है
ये मुझको नहीं थी खबर, प्यार का नाम मैंने सुना था मगर प्यार क्या है ये मुझको नहीं थी खबर। मैं तो उलझा रहा उलझनों की तरह, दोस्तों में रहा दुश्मनों की तरह। मैं दुश्मन तो नहीं, मैं दुश्मन तो नहीं, मगर हसीन जब से देखा मैंने तुझको मुझको शायरी आ गई। शायर तो नहीं, सोचता हूँ अगर मैं दुआ मांगता, हाथ अपने उठाकर मैं क्या मांगता। सोचता हूँ अगर मैं दुआ मांगता, हाथ अपने उठाकर मैं क्या मांगता। जाने तुझको हम मुहब्बत हसीन जब से देखा मैंने तुझको मुझको शायरी आ गई। शायर तो नहीं, വിനോദേട്ടൻ്റെ ഐസ്ക്രീം പോലെ തന്നെ അലിഞ്ഞു ചേർന്ന പാട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ്. പങ്കജാഷൻ 8691 ബാച്ചാണ്. അതിനുശേഷം തോമസ് ഒരു ഗാനം ആലപിക്കും. നമ്മുടെ പ്രിയങ്കരിയായ കൂട്ടുകാരി ജിഷ ഒരു പാട്ട് പാടും. സ്റ്റേജിലേക്ക് കടന്നിരിക്കാം. കടന്നൂരു ശ്രീ പങ്കജാക്ഷൻ, അദ്ദേഹം 8691 ബാച്ചാണ്. ശ്രീ ചന്ദ്രദാസ് ഇതിനുശേഷം. ഞാൻ 1988 91 ബാച്ചിലെ ബികോം വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് പങ്കജാക്ഷൻ എന്നാണ്. ഞാനിപ്പോൾ കുമരകം ടൂറിസം പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 1990 ST കോളേജിന് വേണ്ടി റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു സംഗമം പങ്കെടുപ്പിച്ചതിൽ എല്ലാവർക്കും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവർക്കും സുപരിചിതമായൊരു നാടകഗാനമാണ് പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുള്ളത്. അത് ഇംഗ്ലീഷുകരിച്ച് പാടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്നേക്കുകൾക്ക് ഹോളുണ്ട്, ഫ്ലൈകൾക്ക് സ്കൈയുണ്ട്, ഹ്യൂമൻ ചൈൽഡിനു ഹെഡ് ചായ്ക്കാൻ എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല. സ്നേക്കുകൾക്ക് ഹോളുണ്ട്, ഫ്ലൈകൾക്ക് സ്കൈയുണ്ട്, ഹ്യൂമൻ ചൈൽഡിനു ഹെഡ് ചായ്ക്കാൻ എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല. Where are you coming from? Where are you going on? Where are you coming from? Where are you going on? ലാമ്പുട്രിയെ ലാമ്പുട്രിയെ ലേറ്റുണ്ടോ, ലേറ്റുണ്ടോ, ഹാൻഡിൽ ലേറ്റുണ്ടോ. സ്നേക്കുകൾക്ക് ഹോളുണ്ട്, ഫ്ലൈകൾക്ക് സ്കൈയുണ്ട്, ഹ്യൂമൻ
ചായ്ക്കാൻ എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല. സോറോവേറ്റു ചുമക്കുന്ന അമ്യൂസ്മാനുമാണു ഞാൻ, സോറോവേറ്റു ചുമക്കുന്ന അമ്യൂസ്മാനുമാണു ഞാൻ. ഹിൽ ടോപ്പിലിരുന്നെന്നെ സ്റ്റോണെറിയല്ലേ, എന്നെ സ്റ്റോണെറിയല്ലേ. സ്നേക്കുകൾക്ക് ഹോളുണ്ട്, പ്ലേകൾക്ക് സ്കൈയുണ്ട്, ഹ്യൂമൻ ചൈൽഡിനു ഹെഡു ചായ്ക്കാൻ എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല. റിങ്ങുഹാൻഡി മുരടിച്ചു, ആംബിഷൻസു മുരടിച്ചു, റിങ്ങുഹാൻഡി മുരടിച്ചു, ആംബിഷൻസു മുരടിച്ചു. മൈൻഡു മാത്രം മുരടിച്ചില്ല, മൈൻഡു മുരടിച്ചില്ല, മൈൻഡു മുരടിച്ചില്ല. സ്നേക്കുകൾക്ക് ഹോളുണ്ട്, പ്ലേകൾക്ക് സ്കൈയുണ്ട്, ഹ്യൂമൻ ചൈൽഡിനു ഹെഡു ചായ്ക്കാൻ എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല, എത്തിൽ പ്ലേസ് ഇല്ല. ശ്രീ തോമസ്. ഞാൻ ഈ കോളേജിലെ 82-85 സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പാടിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഫിലിപ്പ് എബ്രഹാം ഇന്ന് നമുക്ക് നിർബന്ധമായി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വന്നത്. ഞാൻ ഇതിനെതിരൊന്നുമല്ല, അത് എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് വന്നത്. പക്ഷെ വന്ന് കണ്ടപ്പോൾ എനിക്ക് പാടണം തോന്നി, അതുകൊണ്ട് പാടി. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാം ചുവട്ടിൽ, മാം ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാം ചുവട്ടിൽ, മാം ചുവട്ടിൽ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തേരിലെത്തിപ്പോരുകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാം ചുവട്ടിൽ, മാം ചുവട്ടിൽ.
ഒരു കുമ്പിൽ മണ്ണു കൊണ്ടു വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവിരുത്തു മാല കോർക്കാം, ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിനായി, ഒരു കാറ്റിൻ കനിവിനായി പാട്ടുപാടാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാം ചുവട്ടിൽ, മാം ചുവട്ടിൽ. ഒരു പുള്ളിക്കുയിലിനൊത്തു കൂവി നിൽക്കാം, ഒരു നുള്ളു പൂവിറുത്തു മാല കോർക്കാം, ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം, ഒരു രാജ ഒരു റാണി, ഒരു രാജ ഒരു റാണിയായി വാഴാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാം ചുവട്ടിൽ, മാം ചുവട്ടിൽ. സാധാരണ എല്ലാവരും പാട്ട് പാടുമ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ആവേശത്തിൽ എഴുന്നേൽക്കുക ചെയ്യുന്നത്. നമ്മുടെ മലർമഞ്ചമായ നമ്മളെ മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ തോമസ് ഏട്ടൻ നന്ദി. നമ്മൾ 2 പാട്ട് ജിഷ പാടും, അതിനുശേഷം നമ്മുടെ സുരേഷ് പാടും. നമ്മുടെ ബാച്ച് പലതരത്തിലുള്ള അപൂർവതകൾ കൊണ്ട് ധന്യമാണ്. ഇപ്പോ ഒരു ചെറിയ അറിയിപ്പ് കിട്ടി. നമ്മുടെ കൂടെ പഠിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ചവർ ഫാമിലി ആയിട്ട് ഈ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ ജിജിയും ബൈജു. അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവരെ ഒന്ന് കൈയടിച്ച് നമ്മൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പ്ലീസ്. ഓക്കെ, വലിയ കയ്യടി, വലിയ കയ്യടി. യെസ്, ബൈജു കോളേജ് അധ്യാപകനാണ്. സാർ സ്വാഗതം. അടുത്ത പാട്ട് പാടുന്നതിന് വേണ്ടി ജിഷയെ ക്ഷണിക്കുന്നു. ശ്രീ നളിനപ്രഭ, അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണം. അദ്ദേഹത്തെ ഇന്നലെ മാതൃഭൂമി പത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. പന്ന്യൻ രവീന്ദ്രന്റെ ഡ്യൂപ്പായി മാതൃഭൂമി പത്രം വിശേഷിപ്പിച്ച ആളാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. താങ്കൾക്ക് വേദിയിലേക്ക് സ്വാഗതം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കലാപ്രകടനമുണ്ട്. ഞാൻ 94-99 ബാച്ച് ഇവിടെ പഠിച്ചതാണ്. 4 വർഷം കോളേജിലെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ലെവലിൽ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു പാട്ട് പാടാം. ഏറിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂങ്കുയിലേ,
ഐസ്ക്രീം കഴിച്ചുകൊണ്ടാ. ഇഷ കോളേജിലെ ആസ്ഥാന ഗായികയായിരുന്നു. അടുത്ത ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീ സുരേഷിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഒരു ആളുണ്ട്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ MCOM കോഴ്സുകളിലെ ആദ്യത്തെ വനിതാ MCOM വിദ്യാർത്ഥി ശ്രീമതി സുജാത എവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് കൈയടിച്ച്. ആദ്യത്തെ വനിതാ MCOM വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും നമസ്കാരം. മാറിവിൽ ഉടനീർത്തും മാനസം കണലാത്തി കളിച്ചിരിയും കഥകളുമാ കുസൃതികൾ തൻ മധുരവുമാ ഒരമ്മക്കിളിയും രണ്ടു മൽക്കുരുന്നും മാറിവിൽ ഉടനീർത്തും മാനസം അണലത്തി കണ്ടു കണ്ടു കണ്ടിയും മതിയായി നീവരെ പൊന്നിൻ കിരണമായി തിലകം കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴ മാനസം അണലത്തി മാറി പെയ്തു പെയ്തു വരും പെയ്തും വരും ചൊല്ലും ആൺപിൻ അരികിൽ വരൂ വരൂ കാറ്റിലുലയാതെ ചേർന്നു കഴിയാം ഞാനെന്നും കൂട്ടില്ല മാറിവിൽ ഉടനീർത്തും മാനസം അണലത്തി കളിച്ചിരിയും കഥകളുമാ കുസൃതികൾ തൻ മധുരവുമാ ഒരമ്മക്കിൽ
രണ്ടോമൽ കുരു മാറിലും ഉടനീർത്തും മാനസം തണലത്തി. താങ്ക് യു സുരേഷ്. അടുത്ത ഗാനം ആലപിക്കുന്നത് 8691 ബാച്ചിലെ ശ്രീ ഗോപനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ ലൈവ് കവറേജ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ കയ്യടിയോടുകൂടി നിങ്ങളുടെയൊക്കെ വീഡിയോ വരണമെങ്കിൽ മതി, അത് കയ്യടിച്ച് സ്വാഗതം ചെയ്യാം. ഗോപൻ ശ്രദ്ധിക്കുക. സൂക്ഷം 3:30 മണിക്ക് ബാച്ച് അലൂമിനികൾ കൂടുന്ന ആൾക്കാർ തിരിച്ച് ഇവിടെ സമ്മേളിക്കേണ്ടതുണ്ട്. സമാപന സമ്മേളനം സൂക്ഷം 3:30 മണിക്ക് ആരംഭിക്കുന്നതാണ്. താങ്ക് യു. ഏഴു നിറങ്ങളിലേതു നിറം, ഏഴു സ്വരങ്ങളിലേതു സ്വരം, നിന്നയനങ്ങളിൽ നിന്നതരങ്ങളിൽ നീ മൂളും ഗാനത്തിനേതു രാഗം, ഏഴു സ്വരങ്ങളിലേതു സ്വരം, ഏഴു നിറങ്ങളിലേതു നിറം. നിന്റെ ഏകാന്ത വീതികളൊക്കെയും നിർമാല്യപ്പൂക്കളാൽ അലങ്കരിക്കൂ. നിന്റെ ഏകാന്ത വീതികളൊക്കെയും നിർമാല്യപ്പൂക്കളാൽ അലങ്കരിക്കൂ. ആ വീതി എനിക്കായി തുറന്നു തരൂ, ആ രാത്രി എനിക്കായി ഒരുങ്ങി നിൽക്കൂ. നിന്നെ എൻ മാറിൽ ഒതുക്കി നിർത്താം, നിന്നെ എൻ ആത്മാവിൻ ഭാവമാക്കാം. ഏഴു നിറങ്ങളിലേതു നിറം, ഏഴു സ്വരങ്ങളിലേതു സ്വരം. നിന്റെ ഏകാന്ത സ്വപ്നങ്ങളൊക്കെയും എന്നെ കുറിച്ചുള്ളതായിരുന്നു. നിന്റെ ഏകാന്ത സ്വപ്നങ്ങളൊക്കെയും എന്നെ കുറിച്ചുള്ളതായിരുന്നു. ആ സ്വപ്നം ഇടരാൻ കൊതിച്ചു നിന്നു, ആ സ്വർഗലഹരിയിൽ ലയിച്ചു നിന്നു. നിന്നെ എൻ ജീവന്റെ ജീവനാക്കാം, എന്നുള്ളിലെന്തെന്തോരാവേശം. ഏഴു നിറങ്ങളിലേതു നിറം, ഏഴു സ്വരങ്ങളിലേതു സ്വരം, നിന്നയനങ്ങളിൽ നിന്നതരങ്ങളിൽ നീ മൂളും ഗാനത്തിനേതു രാഗം. ഏഴു നിറങ്ങളിലേതു നിറം, ഏഴു സ്വരങ്ങളിലേതു സ്വരം. താങ്ക് യു. 2-3 പാട്ടോടുകൂടി നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഗാനം ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്.
ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീ നളിന പ്രഭ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ആ സസ്പെൻസ് മനസ്സിലാവുള്ളൂ പെട്ടെന്ന്. അതിനുശേഷം 3 പാട്ടുകൂടിയേ ഉള്ളൂ. നമ്മൾ ഈ സെഷൻ ഇവിടെ തീരും. നമ്മുടെ ആളുകൾ തിരിച്ചു വരും. നമ്മളെ കൺക്ലൂഡിംഗ് സെഷനാണ്. അത് അധികം സമയം എടുക്കില്ല. 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടി സമാപിക്കാം. പ്രിയപ്പെട്ടവരെ, 1977-79 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ബഹുമാന്യരായ രാജാറാം സാറിൻ്റെയും തങ്കപ്പൻ സാറിൻ്റെയും സ്മരണയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് രാജപ്പൻ സാറിൻ്റെയും അയ്യമലം കൃഷ്ണൻകുട്ടി സാറിൻ്റെയും പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അന്ന് ഞാൻ CSAയുടെ കൊമേഴ്സ് സ്റ്റുഡൻസ് അസോസിയേഷൻ CSA മൈറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന CSAയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് നമ്മളുടെ കോളേജിൽ മറ്റ് ബാച്ചിൽ കൊമേഴ്സുകാരും നോൺ കൊമേഴ്സുകാരും വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊമേഴ്സുകാർക്ക് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. മൈറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് നമ്മളെ പല രൂപത്തിലും കരുതേച്ച് കാണിക്കുവാനും കൊച്ചാക്കി കാണിക്കുവാനുള്ള ശ്രമങ്ങൾ അന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊമേഴ്സ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കൊമേഴ്സ് അസോസിയേഷൻ അല്ല, അത് കോളേജ് യൂണിയൻ്റെ ഭാഗമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പോയി ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഫീമെയിൽ ശബ്ദത്തിൽ പാട്ട് പാടുമായിരുന്നു. ഇവിടെ വെച്ചാണ് കിട്ടിയത്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലിക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 4 വരി പാട്ട് പാടാൻ ഈ ഒരു സംഗമം എനിക്കൊരു നല്ല അനുഭവമായിരുന്നു. കാരണം ഞാനിങ്ങോട്ട് കടന്നു വരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ മകളുടെ കൂടെ പഠിച്ച അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയാണ് എന്നെ ആദരപൂർവ്വം ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. ഒരച്ഛനെ മകൾ എന്ന രൂപത്തിൽ അച്ഛനെ മകൾ ആദരപൂർവ്വം ക്ഷണിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കിതിൽ കിട്ടിയത്. ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി അതിന് ഞാൻ നന്ദി പറയുകയാണ്. പാട്ട് പാടുന്നൊരു പ്രൊഫഷണൽ ഞാൻ അനുകരിക്കുന്ന ഒരാളാണ്, അനുകരിച്ചാൽ പാടുന്നതാണ്. അപ്പം ഞാൻ ഒരു പാട്ടിൻ്റെ 4 വരി മാത്രം ഈ അവസരത്തിൽ പാടുകയാണ്. മനവും ധനവും മരുഭൂമിയായി നിത്യാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല, രജനീകദംബങ്ങൾ മിഴിചിമ്മിയില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാത്തി ധനവും ധനവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. നമ്മുടെ ഈ മൈറ്റി കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതും ഈ പരിപാടികൾക്ക് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയത് നമ്മുടെ ലൈബ്രറിയനായ അരുണാണ്. അരുൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരണം. അരുണിനെ നമുക്കൊരു മൊമെന്റോ കൊടുത്ത് ആദരിക്കേണ്ടതുണ്ട്. പ്ലീസ് കം. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ശ്രീ മനോജ് സാറിന്റെ ബാച്ച്, അവര് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ആ ബാച്ച് ഏത് വർഷം സാറേ? ആ ബാച്ചിന്റെ പ്രതിനിധികൾ ആരെങ്കിലും വന്ന കോൺട്രിബ്യൂഷൻ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അനിൽകുമാർ സാർ അത് ഏറ്റുവാങ്ങുന്നതാണ്. അടുത്തതായി ശ്രീ മോഹൻകുമാർ, 2 പാട്ടുകൾ കൂടിയുള്ളൂ. ശ്രീ മോഹൻകുമാർ പാട്ട് പാടും. ശ്രദ്ധിക്കുക, ബാച്ച് മീറ്റിംഗിൽ ഇരിക്കുന്ന അലൂമിനി സുഹൃത്തുക്കൾ എത്രയും വേഗം ഈ ഓഡിറ്റോറിയത്തിൽ തിരിച്ചെത്തേണ്ടതാണ്. ബാച്ച് അലൂമിനി മീറ്റിംഗിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഉടനെ തന്നെ സമാപന സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചെത്തുക. 8491 ബാച്ചിന്റെ പ്രതിനിധിയാണ് ശ്രീ മനോജ് സാർ. അദ്ദേഹം കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി. ഹലോ സാർ, അത് ഏറ്റുവാങ്ങുന്ന അനിൽകുമാർ സാറാണ്.
ഏതെങ്കിലും ബാച്ചുകൾക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകുന്നതിന് ഉള്ള അവസരമുണ്ട്. വ്യക്തിപരമായ ആർക്കെങ്കിലും ഈ മൈറ്റി കോമേഴ്സിന് സംഭാവന ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ജനറൽ കൺവീനർ നേരിട്ട് കണ്ടാൽ മതിയാവും. ഈ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് നമ്മുടെ സഹകരണം ആവശ്യമാണ്. 8491 വേണ്ടി ആലപ്പുഴയിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടായ മനോജ് സാറിനെ വിനയപൂർവ്വം ഒന്ന് കൈയടിച്ച് അതിനെ ആദരിക്കേണ്ടതുണ്ട്. സിമോൻ കുമാർ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലേക്ക്. നമസ്കാരം. ഞാൻ 71 മുതൽ 76 വരെ ഈ കോളേജിൽ പഠിച്ചതിന് ശേഷം 1 വർഷം എംകോമിന് പഠിച്ചു. ആ സമയത്താണ് ആദ്യം കേരള ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലും 90 ദിവസം കഴിഞ്ഞ് കാനറ ബാങ്കിലും ജോലി കിട്ടിപ്പോയത്. ഈ നവംബറിൽ ഞാൻ കാനറ ബാങ്കിൽ നിന്ന് 38 വർഷത്തെ സർവീസിന് ശേഷം പിരിയുകയാണ്. പാട്ട് പാടാൻ അറിയില്ല, പക്ഷേ ഇവിടെ ഈ 71-76 കാലഘട്ടങ്ങളിൽ ചില ഗാനങ്ങൾ പാടുകയും മിമിക്രി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിഖ്യാത ഗായകനും ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന ശ്രീ കമുകറ പുരുഷോത്തമന്റെ ഒരു ഭക്തിഗാനം, ഈശ്വര ചിന്ത. ശാശ്വതമേ ഉലകിൽ. കണ്ണിൽ കാണത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. കണ്ണിൽ കാണത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെയറിയും. ഒന്നു നിനക്കിൽ മറ്റൊന്നാകും, മനിതുമായ നാടകരംഗം. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. പത്തു ലഭിക്കായിൽ 100 ദാഹം, 100 1000 ആക്കാൻ മോഹം. 1000 10,000 ആശകുലകിതിൽ അളവുണ്ടാമോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. കിട്ടും വകയിൽ തൃപ്തിയരാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ.
ഇഹപരസുഹൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. കമ്പുകറയ്ക്ക് പ്രണാമം. എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. രണ്ട് പാട്ടുകൂടി കൃഷ്ണകുമാരി മാഡം പ്ലീസ് കം. ഈ 80-83 ബാച്ചിന് വേണ്ടി ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി റോട്ടറി ക്ലബിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ഇപ്പോഴത്തെ ശ്രീ ബോബൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സെഷൻ ഏതാണ്ട് തീരാൻ പോവാണ്. 2 പാട്ടോടുകൂടി അവസാനിക്കും. പ്രിയപ്പെട്ട അരുൺ ലൈബ്രറിയൻ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിദേശ പരിസരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. CD ആവശ്യമുള്ളവർ അനിൽകുമാർ സാറുമായി ബന്ധപ്പെട്ട് അതിന്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അരുണിന് നമ്മുടെ മൈറ്റി കോമേഴ്സ് സംഘാടക അരുണാണ് നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തത്. മൈറ്റി കോമേഴ്സ് സംഘാടക സമിതിയുടെ മെമന്റോ പ്രിയപ്പെട്ട ജേക്കബ് അറയ്ക്കൽ സാർ നൽകുന്നതാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൃഷ്ണകുമാരി മാഡം. കൃഷ്ണകുമാരി മാഡം പ്ലീസ്. മാഡം മാഡം പ്ലീസ് പ്ലീസ്. അവസാനത്തെ ഗാനാണ്. ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സെഷനിലേക്ക് പോവുകയാണ്. ദയവേത് സഹകരിക്കുക. എൻ്റെ പേര് വിജയകുമാരി. ഞാൻ 80-85 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. എല്ലാ ഗുരുമക്കൾക്കും നമസ്കാരം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ടാണ്. കാത്തി
പച്ചനിലാമുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോടു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു. പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കടഞ്ഞിട്ടും പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കടഞ്ഞിട്ടും കള്ളനവെന്നൊന്നില്ല അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു മലർമുല്ലമണിമാല കോർത്തുവച്ചു. നമ്മുടെ സെഷന്റെ ഔപചാരികമായ സമാപനത്തിന് വേണ്ടി ശ്രീ കൃഷ്ണകുമാർ ഒരു നാടൻ പാട്ട് പാടും. എല്ലാവരും ഏറ്റുപാടണം. പ്രിയമുള്ളവരെ, ബാച്ച് അലൂമിനി മീറ്റിങ്ങിന് പോയവർ തിരിച്ച് ഉടനടി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നുണ്ട്. ഈ മൈറ്റി കോമേഴ്സ് മെഗാ മീറ്റിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫംഗ്ഷണൽ കമ്മിറ്റി കൺവീനർമാരുൾപ്പെടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരു നാടൻ പാട്ട്. താരെ താരാരെ താരാരെ താരെ താരെ താരാരെ താരാരെ താരെ താരാരെ താരാരെ താരെ താരെ താരാരെ താരാരെ എല്ലുള്ളേരി എല്ലുള്ളേരി മാനിലങ്കേറി ഈ രാജപേട്ട തുമ്പികയുടെ മാനിലങ്കേറി എല്ലുള്ളേരി എല്ലുള്ളേരി മാനിലങ്കേറി ഈ രാജപേട്ട തുമ്പികയെ മാനിലങ്കേറി മാനിലങ്കേറി കാജി കുമിരിതങ്കേറി കുമിരിതങ്കേറി കാജി മാനിലങ്കേറി മാനിലങ്കേറി കാജി കുമിരിതങ്കേറി കുമിരിതങ്കേറി കാജി മാനിലങ്കേറി താരെ താരാരെ താരാരെ താരെ താരെ താരാരെ താരാരെ താരെ താരാരെ താരാരെ താരെ താരെ താരാരെ താരാരെ என்ன கொண்டா மஞ்சள் கொண்டக மாநிலங்க இருக்கு என்ன கொண்டாக மஞ்சள் கொண்டக உத்திர மஞ்சிருக்கு என்ன கொண்டா மஞ்சள் கொண்டக மாநிலங்க இருக்கு என்ன கொண்டா மஞ்சள் கொண்டா சிக்கடு மஞ்சிருக்கு மாநிலங்கேரே இது காஜி குமிரிதங்கேரே குமிரிதங்கேரே இது காஜி மாநிலங்கேரே மாநிலங்கேரே இது காஜி குமிரிதங்கேரே குமிரிதங்கேரே இது காஜி மாநிலங்கேரே தாரை தாராரே தாராரே தாரை தாரை தாராரே 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 മാനിലങ്കരതങ്കാട്ടി മധുമലാരുണ്ടേ മാനിലങ്കരതങ്കാട്ടി മധുമലാരുണ്ടേ മാനിലങ്കരതങ്കാട്ടി മധുമലാരുണ്ടേ മാനിലങ്കരതങ്കാട്ടി മധുമലാരുണ്ടേ മാനിലങ്കരി കാജി കുമിരിതങ്കേരേ കുമിരിതങ്കേരേ കാജി മാനിലങ്കേരേ മാനിലങ്കേരേ കാജി കുമിരിതങ്കേരേ കാജി മാനിലങ്കേരേ താരേ താരേ താരേ
ശ്വാസം സ്വയം മുട്ടുകയും ഞങ്ങളെ മുട്ടിക്കുകയും ചെയ്ത കൃഷ്ണകുമാറിന് നന്ദി. നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ദയവേത് എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കണം. 1973 കോളേജ് മാഗസിൻ കൈവശമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കോപ്പി ആവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കണം. ഡയസുമായി ബന്ധപ്പെട്ടാൽ മതിയാവും. പ്രിയമുള്ളവരെ, ഇത് സെഷൻ അവസാനിക്കാൻ പോകണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ മൈറ്റി കോമേഴ്സിന്റെ എൻറ്റയർ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ദയവ് ഇത് ഇനി അവിടെ ഹാളിൽ നിൽക്കുന്നവർ ഒന്ന് കയറി കുറച്ചു നേരം ഇരുന്ന് മിടുക്കന്മാരായ കുട്ടികളായി മാറണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി ഒഫീഷ്യലായി അനൗൺസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളെ കൺക്ലൂഡിംഗ് സെഷനിലോട്ട് നീങ്ങുകയാണ്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഹാളിനകത്തേട്ട് കയറിയിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്. പ്രിയമുള്ളവര്, നമ്മുടെ സമാപന സെഷൻ ആരംഭിക്കുകയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പരാധീനതയ്ക്ക് എന്ത് മാർഗമാണ്, ഏത് രീതിയിലാണ് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക. ആലപ്പുഴയിലെ വാണിജ്യശാസ്ത്രത്തിന്റെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തലസ്ഥാനമായ സനാതനധർമ്മ കോളേജിലെ മൈറ്റി കോമേഴ്സ് മഹാസമ്മേളനം എന്ത് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ചർച്ച ഇവിടെ ഈ വേദിയിൽ ആരംഭിക്കുന്നു. ഈ സെഷന്റെ നിയന്ത്രണം നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട അലൂമിനി ഹരികുമാർ വാലാത്ത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മറ്റ് ചാനലുകളിൽ കൂടെയും വള്ളംകളി ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സംപ്രേഷണത്തിൽ റണ്ണിംഗ് കമന്ററി കൊടുക്കുന്ന ഹരികുമാർ വാലാത്തിനെ ഈ സെഷന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഗുരുജനങ്ങളെ, മുതിർന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നൊരു പകൽ മുഴുവൻ മനം നിറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും മറന്ന് ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് രാവിലത്തെ മഴയുടെ അറിയിപ്പിനെ പോലും അവഗണിച്ച് പ്രായം മറന്ന് ദൂരം മറന്ന് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നു. ഏതാണ്ട് 69 വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഒരു കലാലയമുറ്റത്ത് നമ്മളുടെ ബാല്യം, കൗമാരം, യൗവനമൊക്കെ ഇവിടെ നിറപ്പ കിട്ടാറുന്ന, ഒരുപക്ഷെ കാൽപ്പനിക സാഹിത്യകാരന്മാർ പറയുന്നത് പോലെ വളപ്പൊട്ടുകളും മയിൽപ്പീലി തുണ്ടുകളും ഒക്കെ സൂക്ഷിക്കുന്ന മനസ്സ് മാറുന്ന ബാല്യം വിട്ട് ഒരുപാട് കൗതുകവും ആശങ്കകളും ഒക്കെയുള്ള കൗമാരത്തിലേക്കും പിന്നെ ജീവിതായോധനത്തിന് വേണ്ടി പുതിയ വിദ്യകൾ സ്വായത്തമാക്കിയ യൗവനത്തിലേക്കുമൊക്കെ കടന്ന നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരുപാട് മധുര സ്മരണകൾക്ക് വീണ്ടും ഉറങ്ങിക്കിടന്ന ആ സുന്ദര മുഹൂർത്തങ്ങൾ ഓർമ്മച്ചപ്പിൽ നിന്ന് തുറന്നെടുത്ത് പരസ്പരം കൈമാറി ആനന്ദിച്ച് ആഹ്ലാദിച്ച് പിരിയുന്ന ഈ വേളയിൽ നമ്മെ നാമാക്കി മാറ്റിയ ഈ കലാലയമുറ്റത്ത് നിന്ന് ഈ സമൂഹത്തിനു വേണ്ടിയും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത ഈ മൈറ്റി കോമേഴ്സിന്റെ ഇങ്ങനെ ഒരു സമന്വയത്തിന്, ഒരു സഞ്ചയത്തിന് ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ സംഘാടക സമിതിക്ക് ഒരു ലക്ഷ്യബോധം എന്ന വണ്ണം ഒരു തീരുമാനമുണ്ടായിരുന്നു. വെറുതെ അല്ല സാധാരണ കലാലയങ്ങളിൽ ഇതുപോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടന്ന് ഏതെങ്കിലുമൊക്കെ മരത്തണലിലും കലാലയത്തിന്റെ ഒഴിഞ്ഞ കോലാകളിലുമൊക്കെ നിന്ന് പറയും, ഞാൻ ഇവിടെ വെച്ച് പ്രണയിച്ചിരുന്നു, ഞാൻ ഇവിടെ വെച്ച് ആദ്യത്തെ കത്ത് കൈമാറിയിരുന്നു,
ഞാൻ അവന്റെ അല്ലെ അവളുടെ ദേഹത്ത് തൊട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് പടവെടുത്ത് പിരിയുന്ന ഇന്നത്തെ ആധുനിക അലുമിനികൾക്ക് വ്യത്യസ്തമായി സനാതനധർമ്മ വിദ്യാശാലയിൽ വാണിജ്യശാസ്ത്രം പഠിച്ച നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തോട് ഈ നാടിനോട് കടപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മെഗാമീറ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. 1946 പറയപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തിനെ തുടർന്ന് ആലപ്പുഴ നഗരം അഭിവൃദ്ധി പ്രാപിക്കുകയും തിരുവിതാംകൂർ ഭരണ സാരഥ്യത്തിന്റെ കീഴിൽ ആലപ്പുഴയിലെ കോട്ടകുത്തളങ്ങളും വാണിജ്യ രംഗങ്ങളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്കും അകത്തേക്കും സമ്പന്നമായ വാണിജ്യ മേഖല സജീവമായ കാലഘട്ടത്തിലാണ് കണക്കെഴുത്ത് പുള്ളമാരെ വേണ്ടി വന്നത്. അന്നത്തെ ഭാഷ എങ്ങനെയാണ്? കണക്കെഴുത്ത് പുള്ളമാർ. ആ കണക്കെഴുത്ത് പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മളുടെ സനാതനധർമ്മ വിദ്യാശാലയിൽ വാണിജ്യശാസ്ത്രത്തിന്റെ ആദ്യകാലങ്ങളിലുള്ള നാഷണൽ ഡിപ്ലോമ കോഴ്സും തുടർന്ന് ബികോം ഡിഗ്രി കോഴ്സും അതിനെ തുടർന്നുള്ള ഇന്നുള്ള എംകോമും PG ഡോക്ടറേറ്റ് കോഴ്സുകളും ഒക്കെ നടന്നത്. പക്ഷെ അന്നൊക്കെ കണക്കെഴുതാൻ ഏറെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണക്കെഴുതാനുള്ള ആളുകളുടെ എണ്ണം കൂടി, കണക്കെഴുത്ത് സ്ഥാപനങ്ങളുടെ എണ്ണം തകർന്നു. പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ആലപ്പുഴ നേരിട്ടുകൊണ്ടിരിക്കുന്ന വാണിജ്യ തകർച്ച, ആലപ്പുഴയിലെ വികസന രഥം മുന്നോട്ട് അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എവിടെയൊക്കെയോ അതിന്റെ ചാടുകൾ പുതഞ്ഞുപോയി. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വാണിജ്യം വിട്ടകന്നു. ആലപ്പുഴയിലെ കടപ്പുറത്തുണ്ടായിരുന്ന തുറമുഖം ഇന്ന് ഓർമ്മകളായി. ആലപ്പുഴയുടെ ചരിത്ര സ്മാരകമായി നിന്ന കടൽപ്പാലം ജീർണിച്ച് കടലിന്റെ കാരുവയിൽ ഉപ്പിന്റെ മടിത്തട്ടിലേക്ക് വീണ് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ നമ്മൾ നിരവധി ചർച്ചകൾ മാധ്യമങ്ങളിലും സർക്കാർ തലങ്ങളിലുമൊക്കെ നടത്തുകയുണ്ടായെങ്കിലും അന്ന് വൈകുന്നേരം കൊണ്ട് അവസാനിക്കുന്ന പിറ്റേ ദിവസത്തെ പത്രത്താളുകളിൽ അല്ലെ ദൃശ്യമാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന അലയൊലികളോടുകൂടി അടങ്ങുന്ന രീതിയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കൊരു വർഷം നീണ്ടു നിന്നാലും തിരക്കേടില്ല. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാർ തലങ്ങളിലും വാണിജ്യ രംഗത്തെ പ്രമുഖന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും മാധ്യമ ശ്രദ്ധ നേടിക്കൊണ്ടും വളരെ ഉന്നതമായ ഒരു സെമിനാറിന്, ഒരു പ്രശ്ന പരിഹാര നിർദ്ദേശത്തിന് ആലപ്പുഴയുടെ പുനർജനിക്ക് വേണ്ടി ശബ്ദമുയർത്തണം. വളരെ ക്രിയാത്മകമായ സക്രിയമായ നിർദ്ദേശങ്ങൾ നൽകണം. ഒരു പക്ഷേ അങ്ങനെയുള്ള വികസന രേഖകളോടൊപ്പം ഒത്ത് അനുയാത്ര ചെയ്യണം. ഇതാണ് ഈ മെഗാ ഫെസ്റ്റിന്റെ നമ്മൾ കണ്ടിരുന്ന ഇതുവരെ കഴിഞ്ഞ വളരെ മനോരഞ്ജകമായ നിമിഷങ്ങൾക്ക് ആഹ്ലാദത്തിന്റെ അലയൊലികൾ, ഇവിടെ ആഹ്ലാദ തിരമാലകൾ തന്നെയാണ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് മണിക്കൂറുകളായി നിറഞ്ഞു നിന്നത്. നമ്മുടെ പ്രിയങ്കരായ കാവാലം ശ്രീകുമാരൻ, രഞ്ജി പണിക്കരും അവർ ഉയർത്തിവിട്ട ആനന്ദ സാഗരത്തിന്റെ ഒരലയൊലി അടങ്ങി നിൽക്കുമ്പോൾ അല്പം ഗൗരവമായ ഒരു ചിന്തയാണ് നമ്മൾ ഈ സമാപന സമ്മേളനത്തിൽ വിഭാവന ചെയ്തത്. ആലപ്പുഴയിലെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഗണനീയമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ട് ഉള്ള വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ പറ്റി ഏറെ സ്വപ്നങ്ങൾ കാണുന്ന യുവതലമുറയിലെ പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരിൽ പലരും ഇവിടെയുണ്ട്. എല്ലാവരും അഭിപ്രായം പറയാൻ പോയാൽ 6 മണിയായാലും 7 മണിയായാലും തീരുകയില്ല. പക്ഷെ അവരിൽ നിന്നെല്ലാം ഇന്ന് ഗ്രൂപ്പ് ചർച്ചകൾ നടന്നപ്പോൾ നമ്മൾ അഭിപ്രായ സമന്വയം ശേഖരിക്കുവാൻ അവരിൽ നിന്നൊക്കെ തയ്യാറായിരിക്കുകയാണ്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. തുടർന്നും ഇവിടെ ചർച്ചകൾ ഉണ്ടാവും. തുടർന്നും വളരെ ഗൗരവതരമായ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു വികസന രേഖ അല്ലെങ്കിൽ ഒരു പുനർജനിക്കുള്ള ഒരു റിപ്പോർട്ട്, ഒരു സമഗ്രമായ ഒരു പഠന രേഖ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. വളരെ നിയന്ത്രിതമായ സമയത്തിനുള്ളിൽ 2-3 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ പോലും വളരെ നമുക്ക് സ്വീകാര്യമായ മാർഗങ്ങളെ പറ്റി പരാമർശിക്കുവാൻ വേണ്ടി ഒരു 5 സുഹൃത്തുക്കളെ വേദിയിലേക്ക് ഈ കുറഞ്ഞ നിമിഷത്തിലേക്ക് ക്ഷണിക്കുക. ആലപ്പുഴയുടെ മുൻ നഗരപിതാവും ഒരു വലിയ വാണിജ്യ സംരംഭകനുമായ സോണി ജെ കല്യാൺകുമാർ ഇവിടെയുണ്ട്. അദ്ദേഹം ആലപ്പുഴയുടെ ചരിത്രത്തോടൊപ്പം യാത്ര ചെയ്യുകയും നിരവധി പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ഒരു പക്ഷേ അദ്ദേഹത്തിനും അല്പം നിരാശ ഉള്ളിലുണ്ടായേക്കാം. 1975-78 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ആലപ്പുഴയുടെ നഗരപിതാവായി 2-ലേറെ വർഷങ്ങൾ വളരെ ശ്രദ്ധാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എന്റെ പ്രിയ ചങ്ങാതി സോണി ജെ കല്യാൺകുമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട കല്യാണിയെ ക്ഷണിച്ചു. ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മൈറ്റി കോമേഴ്സിൻ്റെ
ഇന്നത്തെ ഈ ഒരു മുഖ്യ ചടങ്ങ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഒരു വലിയ സംരംഭത്തിൻ്റെ തുടക്കം ആയിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തായാലും ഇന്നലെ ഞാനിവിടെ വരികയുണ്ടായപ്പോൾ ബാലേന്ദ്രൻ സാറും ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. സാറ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. മുഖ്യമായും നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് പേര് BCom കോമേഴ്സ് ഡിഗ്രിയൊക്കെ എടുത്ത് പോയിട്ട് പലരും ഇന്ന് തൊഴിൽ ഇല്ലാതെ ഈ വീട്ടിലിരിക്കുന്ന സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അവരുടെ കുട്ടികൾ ഇപ്പം നമ്മളിതൊരു പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ട് നമ്മുടെ ഒരു കൂട്ടായ്മയെ കൂടെ ഹെൽപ്പ് ഈച്ച് അതർ. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞ മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വി ഹെൽപ്പ് ഈച്ച് അതർ, വി ഗ്രോ ടുഗെദർ അവർ ഫാമിലി എന്നുള്ള ആ ഒരു എന്താണ് ധർമ്മം എന്നുള്ളതിന് ആ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത്, ആലപ്പുഴ എന്തായാലും ഇനിയൊരു വാണിജ്യ സ്ഥാപനം, വ്യവസായ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ ഡോക്ടേഴ്സ്, സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു, പിന്നെ നമ്മുടെ അറക്കൽ സാറിനെ പോലെയുള്ള അവർക്ക് റിട്ടയർ ചെയ്ത് വരുമ്പോൾ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ആലപ്പുഴ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം ആലപ്പുഴയിൽ നന്നാകണമെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നടന്നെങ്കിലേ ഉള്ളൂ. ആയതിനും മുഖ്യമായിട്ട് നമ്മൾ അടിവരയിട്ട് പറയുന്നത്, ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു ടൂറിസം തുറമുഖം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി ആലോചിച്ചുകൊണ്ട്, നമ്മൾ ഇന്നലെയും പത്രത്തിൽ വായിച്ചു, ബേക്കൽ കണ്ണൂർ ഭാഗത്ത് തുറമുഖത്ത് ടെൻഡർ ക്ഷണിക്കുന്നു, ആൾക്കാർ വരുന്നു. കടലിലോട്ട് നമ്മൾ കയറിക്കൊണ്ടാണ്, അതായത് പുലിമുട്ട് സ്ഥാപിച്ചുകൊണ്ട് ഒരു ടൂറിസം